നമസ്കാരം പ്രിയമുള്ളവർ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം. മാത്യു സാമുവൽ എന്ന് പറയുന്ന സാമൂദ്രോഹിയുടെ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. കാരണം കേരളത്തിൻ്റെ സാമൂഹ്യ വ്യവസ്ഥയെ എത്രത്തോളം വിഷം കലർത്തി മലീമസമാക്കാമെന്ന് റിസർച്ച് ചെയ്യുന്ന വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റേത്. പ്രത്യേകിച്ചും യാതൊരു തെളിവുമില്ലാത്ത അടിസ്ഥാനരഹിതമായ കുറേ വീഡിയോകൾ ഇങ്ങനെ പോസ്റ്റ് ചെയ്യും. അതൊരു പ്രത്യേക സമുദായത്തിനെതിരെയുള്ള വിഷം കലർന്ന വാർത്തകളായിരിക്കും. അതിൽ യാതൊരു തർക്കവുമില്ല. ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അതിൽ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്ത ഈ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഷെയർ ചെയ്തതിൻ്റെ പേരിൽ കേരളത്തിലെ ഒരു ജമാഅത്ത് കമ്മിറ്റി ഒരു വ്യക്തിയെ ഊരുവിലക്കിയെന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ബേക്കറികളിൽ നിന്ന് സാധനങ്ങളൊന്നും വാങ്ങിക്കരുതെന്ന് ജമാഅത്ത് അംഗങ്ങൾക്ക് നിർദ്ദേശം നൽകിയത്രേ. പക്ഷേ ഈ ഊരുവിലക്കപ്പെട്ട വ്യക്തി ആരാണെന്നോ, ഈ ഷെയർ ചെയ്ത വീഡിയോ ഏതാണെന്നോ, ഈ ഊരുവിലക്കിയ ജമാഅത്ത് കമ്മിറ്റി ഏതാണെന്നോ ഒന്നും അദ്ദേഹം വീഡിയോ പറയത്തില്ല. കാരണം തെളിവില്ലാത്ത കാര്യമാണ്. സമൂഹത്തിൽ പരമാവധി വിഷം ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുക എന്ന ഉദ്ദേശത്തോട് ചെയ്ത വീഡിയോ ആണ്. തെളിവുകളൊന്നും നിരത്തില്ല. ഈ ജമാഅത്ത് കമ്മിറ്റി ഏതെന്നോ ഈ ഷെയർ ചെയ്ത വ്യക്തി ഏതാണെന്നോ ഒന്നും ഒരു തെളിവുണ്ടാകില്ല. ഇതുപോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ വീഡിയോകളും. പരമാവധി വിഷം വമിപ്പിക്കുക എന്ന ഉദ്ദേശം. അതിനപ്പുറം വീഡിയോയ്ക്ക് പ്രത്യേക ഉദ്ദേശ ലക്ഷ്യങ്ങളൊന്നുമില്ല. മറ്റൊന്നുകൂടിയുണ്ട് അദ്ദേഹത്തിൻ്റെ വീഡിയോ. അത് ഖത്തറിനെ കുറിച്ചാണ്. ഖത്തറിനോട് അദ്ദേഹത്തിന് തീർത്താൽ തീരാത്ത ചൊറിച്ചിലാണെന്ന് പറയാം. അത് ഖത്തറിൽ വേൾഡ് കപ്പ് തുടങ്ങിയപ്പോൾ മുതൽ തുടങ്ങിയ ചൊറിച്ചിലാണ്. അതിങ്ങനെ അനസ്യൂതം തുടരുകയാണ്. ഖത്തറിനെ പറ്റി അദ്ദേഹം പറയുന്ന വീഡിയോ എന്ന് വെച്ചാൽ ഖത്തറിൽ ക്രൈസ്തവർക്കും ഹിന്ദുക്കൾക്കും വിസ കൊടുക്കുന്നില്ല എന്നാണ്. ഒരു തെളിവുമില്ലാത്ത കാര്യമാണ്. കാരണം ഗൾഫ് രാജ്യങ്ങളിൽ പോയിട്ടുള്ള ആൾക്കാർക്കറിയാം. ഞാനും ദീർഘകാലം പ്രവാസിയായിരുന്നു. ഈ അടുത്ത കാലത്താണ് പ്രവാസി ജീവിതം അവസാനിപ്പിക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളിൽ മതപരമായ ഒരു വിവേചനവും അവരനുവദിക്കുന്നില്ല. അത് ശക്തമായി തന്നെ നിയമം മൂലം അവിടെ തടസ്സപ്പെടുത്തിയിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ചും ഏതെങ്കിലും മതത്തിൻ്റെ സിംബലുകളെയോ മതപ്രവാചകന്മാരെയോ അതുപോലെ ദൈവങ്ങളെയോ ഒക്കെ അവഹേളിക്കുന്ന തരത്തിൽ എന്തെങ്കിലും കമൻറ്റുകളോ വാർത്തകളോ ഒക്കെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്താൽ ഇത്തരം ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് കിട്ടുന്ന ശിക്ഷ വളരെ വലുതാണ്. അത് ഏത് മതമായിക്കൊള്ളട്ടെ, ഹിന്ദു മതമാകട്ടെ, ക്രൈസ്തവ മതമാകട്ടെ, ബുദ്ധമതമാകട്ടെ, ഇസ്ലാം മതമാകട്ടെ, ഏതെങ്കിലും മതത്തിന് പ്രത്യേക ആനുകൂല്യമൊന്നുമില്ല. ഏത് മതത്തിനെ അവഹേളിച്ചാലും അവിടെ ശിക്ഷ വളരെ കഠിനമാണ് എന്നത് അവിടെ നിന്നിട്ടുള്ള ആളുകൾക്കൊക്കെ വളരെ വ്യക്തമാണ്. അതുപോലെ അവിടെ മതത്തിൻ്റെ പേരിൽ യാതൊരു വിവേചനവുമില്ലെന്നത് യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ചും അവിടെ ഹൈന്ദവ ക്രൈസ്തവ സഹോദരങ്ങളൊക്കെ മിക്ക മേഖലകളിലും നല്ല ഉയർന്ന ശമ്പളത്തിൽ നല്ല പൊസിഷനോടുകൂടി ജോലി ചെയ്യുന്നുണ്ട്. മുസ്ലിങ്ങൾ കൂടുതലും അവിടെ വ്യവസായിക സംബന്ധമായ കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ ഗൾഫ് വിസിറ്റ് ചെയ്തിട്ടുള്ള ആർക്കും ഈ മാത്യു സാമുവൽ എന്ന് പറയുന്ന കള്ളൻ്റെ ആരോപണം വെറും വ്യാജമാണെന്ന് തെളിയുന്നതാണ്. ഇനിയാണ് രസം. കാരണം അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഈ വീഡിയോ, കാരണം ഈ ഖത്തറിൽ ക്രിസ്ത്യാനികൾക്കും ഹിന്ദുക്കൾക്കും വിസ കൊടുക്കുന്നില്ല എന്ന് അദ്ദേഹത്തിൻ്റെ വീഡിയോ കണ്ടിട്ട് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഖത്തറിൻ്റെ ഇന്ത്യയിലെ അംബാസിഡറെ വിളിപ്പിച്ച് താക്കീത് ചെയ്തു എന്നാണ് പറയുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ വീഡിയോ അങ്ങ് അത്ര സ്ട്രോങ് ആണല്ലോ. അദ്ദേഹം പറയുന്നത് എന്ത് വിഡ്ഢിത്തമാണെന്ന് നോക്കണേ. ഇങ്ങനെയുള്ള വിഡ്ഢിത്തരങ്ങളാണ് അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ മിക്കപ്പോഴും അദ്ദേഹം അമേരിക്കയിലെ എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ, ഇപ്പോൾ അമേരിക്ക റഷ്യയുമായിട്ടുള്ള യുദ്ധത്തിൻ്റെ കാര്യം പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് FBI ഒരു ഉദ്യോഗസ്ഥൻ എന്നോട് സൂചിപ്പിച്ചു, അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ കാര്യം പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് മൊസാദിലെ ഒരു ഉദ്യോഗസ്ഥൻ എന്നോട് സൂചിപ്പിച്ചു. ഈ മൊസാദും FBI ഒക്കെ ഇങ്ങേരോട് കാര്യം പറയാനാണോ ഇരിക്കുന്നത്? ഹൈലി കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഇത്തരം സംഘടനയിലെ ആളുകൾ ഈ മാത്യു സാമുവലിനോട് കാര്യങ്ങൾ ഷെയർ ചെയ്യുമോ? ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രാജ്യസുരക്ഷയെ ബാധിക്കുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യുമോ? അതൊരു ചോദ്യമാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രേക്ഷകർ എന്ന് പറയുന്നത് സംഘികളാണ്. നമുക്കറിയാം, അവർ ഈ ചാണകത്തിൽ നിന്ന് പ്ലൂട്ടോണിയം വേർതിരിച്ചെടുക്കുന്നതും കാത്തിരിക്കുകയാണ്. അതുപോലെ നോട്ടുകളിൽ ചിപ്പ് ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളുകളാണ്. അപ്പോൾ അത്തരം റേഞ്ചിലുള്ള വീഡിയോകൾ ചെയ്യുവാനേ മാത്യു സാമുവലിന് കഴിയൂ എന്നത് യാഥാർത്ഥ്യമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ പ്രേക്ഷകർ എന്ന് പറയുന്നത് ചാണകത്തിൽ നിന്ന് പ്ലൂട്ടോണിയം വേർതിരിക്കുന്നത് കാത്തിരിക്കുന്ന സംഘികളും അതുപോലെ നോട്ടിൽ ചിപ്പ് ഉണ്ടെന്ന് വിശ്വസിച്ചിരിക്കുന്ന സംഘികളുമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് അത്തരം നിലവാരത്തിൽ വീഡിയോകൾ ചെയ്യുവാനേ കഴിയൂ. ഇത്തരം നുണകൾ വീണ്ടും പടച്ച് വിടപ്പെട്ടുകൊണ്ടിരിക്കും. പക്ഷേ ഇത് സമൂഹത്തിലുണ്ടാകുന്ന അന്ധചിത്രങ്ങൾ വളരെ വലുതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. മറ്റൊരു സംഗീത ചാനൽ കൂടിയുണ്ട്, ഒരു ABC എന്ന് പറയുന്ന ചാനലാണ്. അതൊക്കെ നമ്മൾ ഇടയ്ക്കിടെ കാണാം. ചിലരൊക്കെ ഈ വീഡിയോ ഇടുമ്പോൾ എന്നോട് പറയാറുണ്ട്, നിങ്ങൾ ഇത്തരം ചാനലുകളുടെ പ്രൊമോഷനാണ് വന്നിരിക്കുന്നത്. അതല്ല, കാരണം കോമഡികളാണ് ഈ ചാനലുകൾ മിക്കപ്പോഴും.
ABC-യിൽ ഇന്നൊരു ചർച്ച കാണുന്നതിനിടെ, ചർച്ച എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ഇറാനിൽ മുസ്ലിം സ്ത്രീകൾ അടിച്ചമർത്തപ്പെടുന്നു, പർദ്ദയ്ക്കുള്ളിലാണ്, ചാക്കേട്ടിനുള്ളിലാണ്. ചർച്ച നയിക്കുന്നത് താടി മീശയൊക്കെ ഉള്ളൊരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിൻ്റെ പേരെനിക്കറിയാൻ വയ്യ. പക്ഷേ ചർച്ചയിൽ അവതാരികയായിട്ട് വരുന്നത് അജിത മുഹമ്മദ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ്. കോമഡി എന്തെന്ന് വെച്ചാൽ ആ പെൺകുട്ടി ഹിജാബ് വെച്ച് തലയൊക്കെ മറച്ചിരിക്കുകയാണ്. അപ്പോൾ അതിലെ അവതാരക പോലും തലയൊക്കെ മറച്ചിരിക്കുകയാണ്. എന്തിനാണ് ആ പെൺകുട്ടി അവിടെ കൊണ്ടുവന്ന് എത്തിയിരിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ ചർച്ച നടക്കുന്ന സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഇറാനിലെ മുസ്ലിം സ്ത്രീകൾ പർദ്ദയ്ക്കുള്ളിലാണ്. പക്ഷേ ചർച്ചയിൽ അവതാരികയായിട്ട് വരുന്ന പെൺകുട്ടി ഹിജാബ് ധരിച്ചിട്ടുണ്ട്. അത്രമാത്രം കോമഡിയാണ് ഈ ചാനലുകൾ. മറ്റൊരു കാര്യം കൂടി ABC പറ്റി പറയാം. ABC-യിൽ ഈ അടുത്ത കാലത്തായിട്ട് ഒരു ചർച്ച നടന്നിട്ടുണ്ട്. ചർച്ചയിലെ വിഷയമെന്ന് വെച്ചാൽ നമുക്കറിയാവുന്ന പോലെ UAE-യിൽ ഇൻഷുറൻസ് നിയമങ്ങളിൽ മാറ്റം കൊണ്ടുവന്നു. ചർച്ച നടക്കുകയാണ്. ചർച്ചയിൽ പറയുന്ന ഒരു കാര്യം, ചർച്ച നയിക്കുന്ന അന്താരാഷ്ട്ര വിശകലനം നടത്തുന്ന വിദഗ്ധൻ പറയുന്നൊരു കാര്യമുണ്ട്. UAE-യിൽ ദുബായ് എന്ന് പറയുന്ന രാജ്യത്ത് ഓൾറെഡി ഇൻഷുറൻസ് നിയമങ്ങൾ മാറ്റം വന്നു. ഇനി അടുത്തുള്ള രാജ്യങ്ങളായ റാസൽ ഖൈമ, ഷാർജ, അജ്മാൻ, ഉമ്മൽ ഖുവൈൻ എന്നിവയിലൊക്കെ ഉടൻ മാറ്റം വരും. അതുപോലെ തന്നെ UAE-യിലെ മറ്റൊരു രാജ്യമായ ഒമാനിലും ഉടനടി ഇൻഷുറൻസ് നിയമങ്ങൾ മാറ്റം വരുമെന്ന്. ഈ UAE എന്തെന്നോ അല്ലെങ്കിൽ UAE എന്ന് പറയുന്ന രാജ്യത്തെ സ്റ്റേറ്റുകളാണ് ദുബായ്, അജ്മാൻ, റാസൽ ഖൈമ എന്നതോ അവ രാജ്യങ്ങളല്ലെന്നോ ഈ ഒമാൻ എന്ന് പറയുന്നത് ഇതിന് പുറത്തുള്ള വേറൊരു രാജ്യമാണെന്നോ ഒന്നും ഒരു ധാരണയുമില്ലാത്ത ഒരു മരമണ്ടനാണ് വന്നിരുന്ന് ഈ അന്താരാഷ്ട്ര വിശകലനമൊക്കെ ചെയ്യുന്ന ABC ചാനലിലെ വിദഗ്ധൻ. അപ്പോൾ നമുക്ക് ഈ സംഗീത ചാനലുകളുടെയൊക്കെ ഒരു സ്റ്റാൻഡേർഡ് നമുക്ക് ഊഹിക്കാം. സത്യവുമായിട്ടൊരു ബന്ധം പോലുമില്ലാത്ത അല്ലെങ്കിൽ ഒരു വിവരം പോലും ഇല്ലാത്ത കുറേ വാചോടോപതമായി വന്നിരിക്കുന്ന ആളുകളാണ് ആ ചാനലുകളൊക്കെ ചർച്ച ചെയ്യുന്നത്. പക്ഷേ പൈസ എവിടെ നിന്നൊക്കെ ഉള്ളത് കൊണ്ട്, ഫണ്ടിങ് ഒക്കെ ഉള്ളത് കൊണ്ട് നല്ല ക്യാമറ ആയിരിക്കും, നല്ല എഡിറ്റിംഗ് ആയിരിക്കും. എന്നെപ്പോലെ ഈ സെൽഫി ക്യാമറ പിടിച്ച് കട്ടിൽ ചാരിയിരുന്ന് വീഡിയോ ചെയ്യുന്ന ആളുകളായിരിക്കില്ല. കുറച്ചുകൂടി അതിന് ടെക്നിക്കൽ മികവുണ്ടാകും. അതിനപ്പുറം കഴമ്പുകളൊന്നുമില്ല എന്നതാണ് യാഥാർത്ഥ്യം. പ്രത്യേകിച്ചും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചാണകത്തിൽ നിന്ന് പ്ലൂട്ടോണിയം വേർതിരിച്ചെടുക്കാം എന്ന് വിശ്വസിക്കുന്ന, അതുപോലെ നോട്ടിൽ ചിപ്പുണ്ടെന്ന് വിശ്വസിക്കുന്ന സംഘികളാണ് ഇത്തരം ചാനലുകളുടെ പ്രേക്ഷകരും കമൻ്റ് ഇടുന്ന ആളുകളും എന്നതുകൊണ്ട് തന്നെ ഇത്തരം എന്ത് പൊട്ടത്തരം വിളിച്ചു പറഞ്ഞാലും വിഴുങ്ങിക്കൊള്ളും എന്നതൊരു യാഥാർത്ഥ്യമായി തന്നെ നൽകുകയാണ്. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോയുമായി തൽക്കാലം വിടവാങ്ങുന്നു. മറ്റൊരു വീഡിയോയുമായി കാണുന്നൊരു പ്രാർത്ഥന ഉൾപ്പെടുത്തുക. ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജയ് ഹിന്ദ്.